പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി നിങ്ങളെ തിരിച്ച് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന പഠന പരമ്പരയിലേക്ക്. ഇത് നമ്മുടെ 6ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് പ്രിയ സഹോദരരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തുടങ്ങി വയ്ക്കുക. പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന പലരും ഇവിടെ കാണും. അപ്പൊ ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്നും അതെങ്ങനെ ചെയ്യണമെന്നും ഞാനൊരു 4 ക്ലാസ്സുകളിലായിട്ടാണ് വിവരിച്ച് പറയുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം, നോട്ടുകൾ എഴുതണം, ബൈബിള് അടുത്തുണ്ടായിരിക്കണം. എന്നിട്ട് ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾ പ്രാവർത്തികമാക്കണം. എന്നാൽ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. നീന്താൻ നമുക്ക് പഠിപ്പിക്കാൻ സ്റ്റുഡിയോയിലോ ക്ലാസ് റൂമിലോ പഠിപ്പിക്കാൻ പറ്റിയല്ല. നീന്തണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പോകണം. വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നീന്താൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്ലാസ് കേട്ടിട്ട് നമുക്ക് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ക്ലാസ് കേട്ട് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു തരംഗമാണ്. എന്തോ വലിയ മഹത്തായ കാര്യം ലോകത്തിലും സഭയിലും നടക്കാൻ പോകുന്നതിനെ പറ്റി ആ പദ്ധതി അനുസരിച്ച് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ ശൈലിയാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ ജർമ്മനിയിൽ 2018 ഫുൾദ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ട്രെയിനിങ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്ന ഒരു പ്രവചനം ഇതായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 3-4 വചനങ്ങൾ എടുത്ത് ഈശോ ശമയോനോട് പറഞ്ഞ ഒരു കാര്യം. ശമയോന്റെ ബോട്ടിലിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈശോ ശമയോനോട് പറയുകയാണ്, നിന്റെ ബോട്ട് നീ ആഴത്തിലേക്ക് നീക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബോട്ടുകൾ കരയ്ക്ക് അടുപ്പിച്ചിട്ടിരിക്കുക. വർഷങ്ങളായിട്ട് അത് കരയ്ക്ക് കിടക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബോട്ട് കരയിൽ ആക്കിയിടുക? അതിൻ്റെ വ്യത്യാസം എന്താണ്? കരയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, വെല്ലുവിളികളൊന്നുമില്ല, അപകടങ്ങളൊന്നുമില്ല, തിരമാലയില്ല, ഒന്നുമില്ല. അപ്പം നമ്മളുടെയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ഇങ്ങനെ കരയ്ക്ക് അടുപ്പിച്ചിട്ടിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്താണ്? കർത്താവ് പറയുന്നത് നിങ്ങളുടെ ബോട്ടുകൾ കരയിൽ നിന്ന് ആഴമായ കടലിലേക്ക് മാറ്റുക. എന്തിനു വേണ്ടിയാണ്? കൂടുതൽ മീൻ പിടിക്കാൻ വേണ്ടി, നിങ്ങൾ വലയെറിയാൻ വേണ്ടി. നമ്മൾ കരയ്ക്ക് ബോട്ട് ഇട്ടുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം മീൻ പിടിക്കാൻ സാധിക്കും? ഏറ്റവും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടയിടാം അവിടെ ഇരുന്നല്ലേ. ചൂണ്ടയിട്ടിരുന്ന് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പം ഒരു മീൻ കൊത്തിയെന്ന് വരും. നേരെ മറിച്ച് നമ്മൾ ആഴമായ കടലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ വലയെറിയുകയാണ്. വലയെറിയുമ്പോൾ നമുക്ക് വലിയ മീനിൻ്റെ സമൂഹത്തെ നമുക്ക് പിടിക്കാൻ സാധിക്കും. അതാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ ഇതുവരെ നമ്മുടെ ബോട്ടുകൾ കരയിൽ അടുപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ കരയിൽ കിടക്കുന്ന ബോട്ടുകളെ നിങ്ങൾ ആഴമായ കടലിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ കൂടുതൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി വലയെറിയാനായിട്ട് ഞാൻ പഠിപ്പിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ജർമ്മനിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം ദൈവം ഒരു പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കറിയാം ശമയോൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണെങ്കിലും ഒന്നും കിട്ടിയില്ല, പക്ഷെ നീ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലയെറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവൻ പറഞ്ഞത് അനുസരിച്ച് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബോട്ടുകൾ നമുക്ക് ആഴത്തിലേക്ക്
കടലിലേക്ക് മാറ്റി വലയെറിയുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പലരും എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ ഞങ്ങൾ വർഷങ്ങളായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരാ. നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരായിരിക്കും അല്ലേ? ചിലരൊക്കെ 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം ഒക്കെ ആയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരാ. അപ്പൊ ഇതെന്താണ് ഈ പുതിയ കാര്യം? അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതായത് ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി അഡ്മിഷൻ മേടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഏത് ക്ലാസ്സിലാണ് ഒരു കുട്ടിയെ കൊണ്ട് ചേർക്കുക? നഴ്സറി ക്ലാസ്സിലായിരിക്കും അല്ലെ? നഴ്സറി അല്ലെങ്കിൽ KG, ഇതിലൊന്നിലായിരിക്കും നമ്മൾ കൊണ്ട് കുട്ടികളെ ക്ലാസ്സിൽ ചേർക്കുക. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ കുട്ടിയെ കൊണ്ട് നമ്മൾ നഴ്സറി ക്ലാസ്സിൽ ഒരു സ്കൂളിൽ ചേർത്തു. എത്ര വർഷം ആ കുട്ടി നഴ്സറി ക്ലാസ്സിലിരിക്കും? 5 വർഷം, 10 വർഷം, 20 വർഷം? ഒരു വർഷം കഴിയുമ്പോൾ ആ കുട്ടി അടുത്ത KGയിലേക്ക് പോകും. KGയിൽ നിന്ന് 1-ാം ക്ലാസ്സിൽ, 2-ാം ക്ലാസ്സിൽ, 3-ാം ക്ലാസ്സിൽ, 4-ാം ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടി പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ മധ്യസ്ഥര് കഴിഞ്ഞ 5 വർഷമായിട്ട്, 10 വർഷമായിട്ട്, 20 വർഷമായിട്ട് ഇങ്ങനെ നേഴ്സറി ക്ലാസ്സിലിരിക്കുക. നമുക്ക് അഡ്മിഷൻ അവിടെയാ കിട്ടിയത്, നമ്മൾ അവിടെ ഇരിക്കുക. അപ്പൊ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ഈ നേഴ്സറി ക്ലാസ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി, നീ ഇവിടുന്ന് ഒരു പ്രൊമോഷൻ മേടിച്ച് അടുത്ത KGയിലേക്കും 1-ാം ക്ലാസ്സിലേക്കൊക്കെ പോകാനായിട്ടാണ് നമ്മളോട് പറയുക. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഡീപ്പർ ലെവൽ, കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമ്മളെ വളർത്തുകയാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ. അതാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. ഒരിക്കല് ഒരു വ്യക്തി ഇങ്ങനെ 2 കല്ലാശാരിമാർ പണിയുന്നത് കണ്ടു. കല്ലാശാരിമാരുണ്ടെന്നറിയാമല്ലോ അല്ലെ? മേസൺസ്. അപ്പൊ അവര് ഇങ്ങനെ ഒരു വലിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ കലാശാരിയെ നോക്കി കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ നിരാശനായിട്ട് എന്നോടാണ് പണിയുന്നത്. അപ്പൊ അവനോട് ഒന്ന് ചോദിച്ചു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഒരു ഇഷ്ടികയുടെ മുകളിൽ വേറൊരു ഇഷ്ടിക വെക്കുക. അവൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. അതായത് ഒരു ഇഷ്ടികയുടെ മുകളിൽ വേറൊരു ഇഷ്ടിക വെച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആശാരിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? അപ്പൊ അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ അവനിങ്ങനെ പാടിക്കൊണ്ടാണ്. അവൻ വലിയ സന്തോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, ഞാനൊരു വലിയ കത്തീഡ്രൽ പണിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2 പേരും ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് വെക്കുക ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആദ്യത്തെ കല്ലാശാരിക്ക് തൻ്റെ ആ ഒരു കല്ലേ ഒരു സമയത്ത് കാണാൻ സാധിക്കുള്ളായിരുന്നു. 2-ാമത്തെ കല്ലാശാരിക്ക് ഓരോ കല്ലെടുത്ത് വെക്കുമ്പോഴും അവൻ തൻ്റെ മുമ്പിൽ കാണുന്നത് ഒരു വലിയ കത്തീഡ്രൽ പള്ളിയാണ്. അതായത് അവന് മാസ്റ്റർ ആർക്കിടെക്റ്റിന്റെ മാസ്റ്റർ പ്ലാന് അവൻ്റെ മനസ്സിലുണ്ട്. അതവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് അവൻ പണിയുന്നത്. അതനുസരിച്ച് അവൻ പണിതുകൊണ്ടിരുന്നപ്പോൾ അവൻ ഭയങ്കര ആവേശമാണ്. ആ ആവേശത്തോടു കൂടി അവൻ പണിതുകൊണ്ടിരുന്നു. ഇതാണ് സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയും പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ, അവന് ചെറിയ കാര്യങ്ങൾ, അവൻ ചെയ്തത് തെറ്റൊന്നുമില്ല, അവനും കല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ഒരേ സമയത്ത് കാണുന്നത് ജോലി വേണ്ട ഒരു വ്യക്തിയോ, സൗഖ്യം വേണ്ട ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ പഠിക്കാൻ പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കൊച്ചിനെയോ, ഇതൊക്കെയാണ് കണ്ടുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നത്. അവൻ പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അവൻ നല്ല കാര്യം ചെയ്യുന്നു. പക്ഷേ അവൻ്റെ വീക്ഷണം, അവൻ്റെ വിഷൻ വളരെ പരിമിതമായിരുന്നു. നേരെ മറിച്ച് 2-ാമത്തെ കല്ലാശാരി അവൻ ചെയ്യുന്ന അതേ കാര്യം ചെയ്യുമ്പോൾ അവൻ വലിയ കാര്യങ്ങൾ, അവൻ്റെ മാസ്റ്റർ ആർക്കിടെക്റ്റ് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് അവൻ ചെയ്യുമ്പോൾ അവൻ്റെ ആ പ്രവൃത്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആവേശമാണ്. അപ്പൊ അങ്ങനെയാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനും കൂടെ പരിശീലിക്കണം. ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥന മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു വളർച്ചയുടെ ലെവലിലേക്ക് നമ്മളൊന്ന് പോകേണ്ടതുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിവരിച്ചു പറയാം. ലൂക്കായുടെ സുവിശേഷം 54-56 അതിനകത്ത് ഈശോ വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നെന്ന് നിങ്ങൾ പറയും. ഞാനത് ചുരുക്കി പറയാം. തെക്കൻ കാറ്റ് കാണുമ്പോൾ നിങ്ങൾ പറയും ഉഷ്ണമുണ്ടാകുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. നിങ്ങൾക്ക് നേച്ചറിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രകൃതിയുടെ
അടയാളങ്ങളെ വ്യാഖ്യാനിക്കുന്നത് പോലെ കാലത്തിന്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കാൻ സാധിക്കാത്തത് എന്ത് എന്ന് ഈശോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പ്രകൃതിയുടെ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ കാലത്തിന്റെ അടയാളങ്ങളിൽ ഞാൻ ആദ്യത്തെ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്നത്തെ കാലത്തിന് എന്തുമാത്രം അടയാളങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് തന്നെ എത്രയോ കാലമായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സഭയിൽ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു, നമ്മുടെ ദേശത്ത് എത്രയോ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഇതിനെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഈ അടയാളങ്ങളെ എന്തുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഈശോ നമ്മളോട് ചോദിക്കുകയാണ്. ഹബക്കൂക്കിന്റെ പുസ്തകത്തില് 1-ാം അധ്യായം 5-ാമത്തെ വചനം പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ കോവിഡൊക്കെ കാരണം നമ്മളൊക്കെ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ ഓർമ്മിപ്പിച്ച ഒരു വചനമാണിത്. ഹബക്കൂക്ക് 1:5, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ആ പ്രവൃത്തി എന്താണെന്ന് സങ്കുചിതമായ മനസ്സുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ദൈവം വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ മനുഷ്യരായി നമുക്ക് ഇതെല്ലാം ദൈവികമായ പദ്ധതികൾ മുഴുവൻ മനസ്സിലാകില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആമോസ് 3:7 പറയുന്നു, ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കും. അതായത് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്, ദൈവം സംസാരിക്കുന്നുണ്ട്, ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ കാതുകളെയും കണ്ണുകളെയും ഒക്കെ വിശുദ്ധീകരിക്കുക. ദൈവം സംസാരിക്കുമ്പോഴേ, ദൈവം കാണിച്ചു തരുമ്പോൾ അത് കാണാനായിട്ട്, അത് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ദൈവം എപ്പോഴും വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് കാണാനും കേൾക്കാനുമുള്ള സന്നദ്ധത, യോഗ്യത ഉണ്ടെങ്കിൽ ദൈവം തീർച്ചയായും നമ്മളോട് സംസാരിക്കും. വീണ്ടും ഒരു വചനം, വളരെ പ്രധാനപ്പെട്ട ഒരു വചനം, യെശയ്യാ 62:6-7, ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിരത്തിയിരിക്കുന്നു, അവര് ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവളുടെ ഓർമ്മ കർത്താവ് ഉണർത്തുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കരുത്. ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിലെ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നതുവരെ അവിടത്തേക്ക് വിശ്രമം നൽകുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് എന്നാ പ്രധാനപ്പെട്ട ഒരു വചനമാണെന്നറിയാവോ? എന്താ ആഴമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നത്. ഈ ജെറുസലേമേ എന്ന് പറഞ്ഞത്, നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഭാരതമേ, അമേരിക്കയിലാണെങ്കിൽ USA, ദുബായിലാണെങ്കിൽ UAE, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. ഈ നമ്മുടെ ഭാരതത്തിൻ്റെ മതിലുകൾ, ഞാൻ മതിലുകളെ പറ്റി പറഞ്ഞു എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ. ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ പറ്റി പറഞ്ഞു. ഈ മതിലുകളിൽ അന്ന് 3 ലക്ഷം വ്യക്തികൾ ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ കാവലുണ്ടായിരുന്ന പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മതിലുകളിൽ കാവൽക്കാരായിട്ട് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ കാവൽക്കാരായിട്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്, കാവൽക്കാരായി നിർത്തിയിരിക്കുന്നു. അവര് ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അപ്പൊ ഈ കാവൽക്കാര് രാത്രിയും പകലും, കാവൽക്കാരൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പൊ കാവൽക്കാര് രാത്രിയോ പകലോ നിശബ്ദരായിട്ട് ഇരിക്കുകയില്ല. ഈ കാവൽക്കാരൻ എന്ന പദം എബ്രയയിൽ നിന്നാണ് വരുന്നത്, എബ്രയ ഭാഷയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതില് പുറത്തേക്ക് നോക്കുന്നവൻ, ഒറ്റുകാരൻ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അവൻ ഭിത്തിയില്, അവന്റെ പോസ്റ്റില് ദിവസം തോറും നിൽക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും
മറ്റ് അപകട സാധ്യതകളിൽ നിന്നും പട്ടണത്തെയും ഓരോ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ബൈബിളിലെ കാവൽക്കാരനുണ്ടായിരുന്നത്. പുരാതന ഇസ്രായേലിലും നഗരങ്ങളിലും വാച്ച്മാൻമാർ മതിലുകളിലോ ടവറുകളിലോ നിന്ന് നഗരവാസികളെ ആസന്നമാകുന്ന ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പം അതുകൊണ്ട് കാവൽക്കാരൻ്റെ ദൗത്യം ഇതാണ്, നമ്മളെ ഓരോരുത്തരെയും ഈ കാവൽക്കാരായി നിർത്തിയിരിക്കുക. ഇപ്പം കാവൽക്കാരൻ അവൻ്റെ ഉത്തരവാദിത്വം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വിശ്രമിക്കരുത്, ജെറുസലേമിന് സ്ഥാപിക്കുകയും, അതായത് ഭാരതത്തെ സ്ഥാപിക്കുകയും അവളെ ഭൂമിക്ക് പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നത് വരെ അവിടത്തേക്ക് വിശ്രമം നൽകരുത്. അപ്പം നമ്മളുടെ ദൗത്യം എന്താണ്? നമ്മൾ ജനിച്ച ഈ നാടിനെ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ നാടിനെ, അതിനെ സ്ഥാപിക്കുകയും അതിനെ ഭൂമിക്ക് പ്രശംസാ പാത്രമാക്കുകയും ചെയ്യുന്നത് വരെ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ശരിക്കും ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, വി മേക്ക് ദ ഡെസ്റ്റിനി, വി ചേഞ്ച് ദ ഡെസ്റ്റിനി ഓഫ് അവർ നേഷൻ. നമ്മളുടെ രാജ്യം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഞാൻ കാനഡയിൽ മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് 2015 ഒരു ഇക്രസിൻ്റെ, ഇന്റർനാഷണൽ കൗൺസിലിൻ്റെ കീഴിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയായിരുന്നു. അവിടെ 520 പേര്, ഏകദേശം 42 രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത്, ക്ലാസ്സിനിടയ്ക്ക് വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവർ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിട്ടു. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും നമ്മൾ ഓരോ രാജ്യത്തിൻ്റെ പേര് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിന് കിട്ടിയ പേര് ഗൗട്ടമാല എന്നാണ്. ഗൗട്ടമാല ലാറ്റിൻ അമേരിക്കയിലെ സ്പാനിഷ് സംസാരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന മിക്കവാറും കാനഡക്കാർ തന്നെയാണ്. അപ്പോൾ കാനഡക്കാരിങ്ങനെ ഗ്രൂപ്പിൽ ചുറ്റും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് ഗൗട്ടമാലയിൽ അഴിമതിക്കെതിരായിട്ട് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ കോൺഫറൻസ് തീർന്നു, അവർ തിരിച്ചുപോയി. അപ്പം ഞാൻ അവരോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, യു റൈറ്റ് ദ ഹെഡ്ലൈൻസ് ഓഫ് ടുമോറോസ് ന്യൂസ് പേപ്പർ. നാളത്തെ ദിനപത്രങ്ങളിൽ അതിൻ്റെ ഹെഡ്ലൈൻ എഴുതുന്നത്, അതിൻ്റെ മെയിൻ ഹെഡിങ് എഴുതുന്നത് നിങ്ങളായിരിക്കും, നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു കാര്യം പറയുമ്പോഴത്തേനും അവർക്കത് ഗ്രഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞു പോയ, ആ പ്രാർത്ഥന ലീഡ് ചെയ്ത മെയിൻ ഗ്രൂപ്പിൻ്റെ ലീഡർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പേപ്പർ കട്ടിങ് അയച്ചു തന്നു. കാനഡയിലുള്ള ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ഫോട്ടോ ആയിരുന്നത്. അവർ പ്രാർത്ഥിച്ചത് ഗൗട്ടമാലയ്ക്ക് വേണ്ടിയാണ്. ഗൗട്ടമാലയിലെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഓട്ടോ പെരേസ് മൊലീന, അദ്ദേഹത്തെ അഴിമതിക്ക് അറസ്റ്റ് ചെയ്ത് വിലങ്ങുവെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യത്തിൻ്റെ ഫോട്ടോ ആയിരുന്നത്. അപ്പം ഒത്തിരി ആവേശത്തോടു കൂടിയാണ് ആ സഹോദരൻ എനിക്ക് ഈ മെയിൽ അയച്ചത്. ആ സഹോദരൻ ഇന്ന് കാനഡയുടെ മൊത്തം നവീകരണത്തിന് ചെയർമാനാണ്. അപ്പം അദ്ദേഹം പറയുമായിരുന്നു, സിറിൽ, അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല, പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ ഗോട്ടമാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗോട്ടമാലയിലെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഫോട്ടോയും ന്യൂസും സഹിതം പേപ്പറിന്റെ ആദ്യത്തെ പേജിൽ ഇതാ വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ജെറുസലേമിന്റെ മതിൽ മുകളിൽ കാവൽക്കാരെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെയൊക്കെ രാജ്യങ്ങളുടെയും നമ്മുടെയൊക്കെ സഭകളിലെയും ഒക്കെ കാവൽക്കാരാണ്. വലിയ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് മറക്കാതെ നമുക്ക് ആ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആഫ്രിക്കയിൽ ഒരു രാജ്യം, ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പേര് ബുർക്കീന ഫാസോ. അവിടെ 2019 ജനുവരിയിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ട്രെയിനിങ് നടത്താൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞ് അവരെനിക്ക് ഇൻവിറ്റേഷനൊക്കെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നു, ബ്രദറെ ഇപ്പോൾ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യരുത്, ഇവിടെ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതെല്ലാം മാറിക്കഴിയുമ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാതെ വെയിറ്റ് ചെയ്തു. ഒരു 3 ആഴ്ച മുമ്പ് വീണ്ടും മെസ്സേജ് വന്നു,
ബ്രദറിന് വരാം, ഞങ്ങൾ പ്രോഗ്രാം നടത്തുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആ രാജ്യത്ത് അവിടുത്തെ മിലിറ്ററിക്കാർക്കെതിരായിട്ട് അവിടുത്തെ ആതങ്കവാദികൾ, അതായത് ജിഹാദികൾ, അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും അവിടെ ഒത്തിരി പട്ടാളക്കാരെ കൊന്നൊടുക്കുകയും ചെയ്തു. ഈ ടെററിസ്റ്റ് വന്നിട്ട് പട്ടാളക്കാരെ കൊല്ലുകയാണ് ആ രാജ്യത്ത്. അപ്പം അതുകൊണ്ട് അവിടെ വലിയ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നോട് ചെല്ലണ്ട എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് പകൽ ട്രെയിനിങ്, വൈകുന്നേരം ആകുമ്പോൾ ഇവർ ചില പാരീഷുകളിൽ, ഇടവുകളിൽ കൊണ്ടുപോയിട്ട് വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. 2500 പേരൊക്കെയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് രാത്രി 12-12:30 വരെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറുകളിൽ വരുന്നുണ്ടായിരുന്നു. പേപ്പറുകളിൽ വന്നത് അവിടുത്തെ പ്രസിഡന്റ് ഒരു കത്തോലിക്കനാണ്. അദ്ദേഹം ഇത് വായിച്ചു. ഇത് വായിച്ചിട്ട് അദ്ദേഹം ഒരു സന്ദേശം വിട്ടു, ഈ പ്രാർത്ഥന നടത്തുന്നവരെ എനിക്കൊന്ന് കാണണം. അപ്പം അവിടുത്തെ ചെയർമാനും സ്പിരിച്വൽ ഡയറക്ടർ അച്ഛനും എന്നോട് പറഞ്ഞു, ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞായറാഴ്ചയാണ് പ്രോഗ്രാം കഴിഞ്ഞത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പ്രസിഡന്റിന്റെ വീട്ടിൽ ചെന്നു. പ്രസിഡന്റിനെ കണ്ടു. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പ്രാർത്ഥനയെ പറ്റിയൊക്കെ ഞാൻ വായിച്ചു, ഇത് എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ അവസ്ഥയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആ പ്രസിഡന്റ് തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ മുട്ട കുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാനും ആ അച്ഛനും അവിടുത്തെ ചെയർമാനായിട്ടുള്ള അൽമാനും ഞങ്ങൾ 3 പേരും പ്രസിഡന്റിൻ്റെ തലയിൽ കൈവച്ചിട്ട് കുറേ സമയം പ്രാർത്ഥിച്ചു. പ്രോഗ്രാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു സന്ദേശം വന്നു. ഏകദേശം 120ഓളം ജിഹാദികളെ പട്ടാളക്കാർ പിടിച്ചടക്കുകയോ കൊല്ലുകയോ ചെയ്തു. ഇവിടുത്തെ ക്രമസമാധാന നില വളരെയധികം കൺട്രോളിലായിട്ടുണ്ട്. വളരെ വ്യത്യാസം ഞങ്ങളുടെ രാജ്യത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. ജനങ്ങൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ, ശരിക്കും ആ ദേശത്തിൻ്റെ കാവൽക്കാരാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്ത് വലിയ വ്യത്യാസങ്ങൾ വന്നതായിട്ട് ആ ജനം കണ്ടു. എസെക്കിയേൽ 33:7 പറയുന്നു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. നമുക്ക് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. വചനം നമ്മളോട് പറയുകയാണ്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ സമയം ശ്രവിച്ചുകൊണ്ടിരുന്നത് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ്. പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരെ ദൈവസ്വരം ശ്രവിച്ച് പ്രകൃതിയുടെ അടയാളങ്ങളെ, കാലത്തിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ക്രമീകരിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. നമ്മളെല്ലാവരെയും കാവൽക്കാരായിട്ട് നിയോഗിച്ചിരിക്കുന്നതായിട്ട് വചനം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. ഏശയ്യാ 62:6-7 വചനങ്ങളിൽ, ജെറുസലേമേ, നിന്റെ മതിലുകൾ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളും ഞാനും ദൈവം കാവൽക്കാരായി നമ്മളുടെ ദേശത്തിൻ്റെ, സഭയുടെ, നാടിൻ്റെ, പട്ടണത്തിൻ്റെ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവരാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കരുത് എന്നാണ്. അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നതുവരെ നമ്മൾ വിശ്രമിക്കരുത് എന്നാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ദേശത്തെ സ്ഥാപിക്കുകയും അവളെ ഭൂമിക്ക് പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നതുവരെ അവിടത്തേക്കും വിശ്രമം നൽകരുത് എന്നാണ്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു പുതിയ തസ്തിക തരികയാണ്. വാച്ച്മാൻ, കാവൽക്കാരൻ അല്ലെങ്കിൽ ചൗക്കീദാർ. അത്
ദൈവരാജ്യത്തിൻ്റെ. ഇതാ ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ കാവൽക്കാരായി ചുമതലയെടുക്കാൻ നീ തയ്യാറാണോ? ആണെങ്കിൽ നമ്മുടെ കരങ്ങൾ തുറന്ന് ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് ദൈവത്തിന് പ്രത്യുത്തരം നൽകാം. ഇതാ ഞാൻ ഈ ദേശത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ, സഭയുടെ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ കാവൽക്കാരായിട്ട് ചുമതലയേൽക്കുകയാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കാവൽക്കാരായിട്ട് നിങ്ങളെ നിയോഗിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആ ദൗത്യത്തെപ്പറ്റി ഉറച്ച ഒരു ബോധ്യം, എന്നെ ദൈവം പ്രവാചക മധ്യസ്ഥയായിട്ട് ദൈവരാജ്യത്തിൻ്റെ കാവൽക്കാരായിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യം നൽകി പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ ഓരോരുത്തരെയും സശക്തരാക്കട്ടെ, സന്നദ്ധരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാം. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ.